ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വീണുപോയിട്ടുണ്ടോ? ശാരീരികമായ വീഴ്ചയെക്കുറിച്ചല്ല ചോദിക്കുന്നത്, പരാജയത്തെക്കുറിച്ചാണ്. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു, ഒരു ജോലി നഷ്ടപ്പെട്ടു, ഒരു ബിസിനസ് പരാജയപ്പെട്ടു, ഒരു ബന്ധം തകർന്നു, നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മെ വേദനിപ്പിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും വീണ്ടും എഴുന്നേൽക്കും. സദൃശവാക്യങ്ങൾ 24-16 ബൈബിൾ പറയുന്നത് നീതിമാൻ ഒരിക്കലും വീഴില്ല എന്നല്ല, അവൻ വീണാലും എഴുന്നേൽക്കുമെന്നാണ്. വീഴുന്നത് പരാജയമല്ല, വീണ് കിടക്കുന്നതാണ് അപകടം. ജീവിതത്തിൽ പരാജയം വന്നാൽ അതിൽ നിന്ന് പഠിക്കുക. പക്ഷേ പരാജയത്തെ നിങ്ങളുടെ വ്യക്തിത്വമാക്കരുത്. നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ നിങ്ങളൊരു പരാജയമല്ല. നിങ്ങളുടെ കഴിഞ്ഞകാലം നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. പത്രോസ് യേശുവിനെ നിഷേധിച്ചു. എന്നാൽ പത്രോസിന്റെ കഥ അവിടെ അവസാനിച്ചില്ല. അവൻ വീണ്ടും എഴുന്നേറ്റു. ദൈവം അവനെ ഉപയോഗിച്ചു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്ന വാക്ക് എഴുന്നേൽക്കൂ എന്നാണ്. ഇന്നലെ എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ പ്രധാനമാണ് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഒരു അവസരമുണ്ട്. നിങ്ങളുടെ ശ്വാസം ഇപ്പോഴുമുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഒരു വഴിയുണ്ട്. അതുകൊണ്ട് എഴുന്നേൽക്കൂ, വീണ്ടും ശ്രമിക്കൂ, വീണ്ടും പ്രാർത്ഥിക്കൂ, വീണ്ടും വിശ്വസിക്കൂ. കാരണം ദൈവത്തോടൊപ്പം ഒരു വീഴ്ചയും അവസാനമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരാജയപ്പെട്ടപ്പോൾ തളർന്നുപോയ ഞങ്ങളെ വീണ്ടും എഴുന്നേൽക്കാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ കാലത്തെ വിട്ട് വിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ. ഓർക്കുക, വീണുപോയതല്ല പ്രശ്നം, വീണ് കിടക്കുന്നതാണ് പ്രശ്നം. എഴുന്നേൽക്കൂ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്.